Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് നല്ലൊരു ഇഫ്താർ സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത്. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് മാത്രം തയ്യാറാക്കി എടുത്താൽ മതി. അത്ര ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ച് മുട്ട പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓരോ മുട്ടയും 4 പീസ് വീതമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസായിട്ടും കട്ട് ചെയ്യാം. ഇതുപോലെ 4 എണ്ണമായിട്ട് കട്ട് ചെയ്യുമ്പോൾ സ്നാക്സ് ഒരുപാട് എണ്ണ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മൈദപ്പൊടി ഞാൻ എടുത്തത് കുറച്ച് അളവ് കൂടുതലായിരുന്നു. നിങ്ങൾ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ഒക്കെ കോൺഫ്ലവറും എടുത്താൽ മതിയാവും കേട്ടോ. എന്നാൽ തന്നെ അത് അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കോൺഫ്ലെക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകുന്നു വേണ്ട, അതൊന്ന് ചെറുതായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇതൊന്നും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുട്ടയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആദ്യം നമ്മൾ മൈദയിലേക്ക് ചേർത്ത് കൊടുത്ത മുളക് പൊടിയൊക്കെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ മുട്ട വീതം എടുത്തിട്ട് അത് ഈ ഒരു മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മൈദപ്പൊടി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ ഈ ഒരു നമ്മൾ കോൺഫ്ലവർ മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു മൈദപ്പൊടിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ നല്ല ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം ഒരു പ്രാവശ്യം കൂടി ഈ ഒരു കോൺഫ്ലവർ മിക്സിൽ മുക്കിയെടുത്ത ശേഷം നമുക്ക് ഈ ഒരു കോൺഫ്ലെക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു മുട്ട കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കോൺഫ്ലെക്സ് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസും വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കോൺഫ്ലെക്സ് എടുത്ത് ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ കോൺഫ്ലെക്സ് വാങ്ങിയിട്ട് ചെയ്യുമായിരിക്കും ഇതൊന്നും കൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൈദപ്പൊടി ഒന്ന് ആക്കിയ ശേഷം ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുമ്പോൾ അത് വല്ലാതെ ആ ഒരു മൈദപ്പൊടി അതിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മുക്കിയെടുക്കണം കേട്ടോ. അതിലൊരുപാട് നേരം മുക്കി വെക്കരുത്, പെട്ടെന്നൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണമാണ് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുട്ട ഒരു 12 എണ്ണം തയ്യാറാക്കി എടുക്കാനുള്ളതുണ്ട്. ബാക്കി ഞാൻ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു 6 എണ്ണം മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായ ശേഷം ഇതൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലെക്സ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ട പുഴുങ്ങിയതാണ്. ഇത് ഒരുപാട് സമയമൊന്നും എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയ ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഫ്താറിനൊക്കെ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്